ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ ഇട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിന് ഞാൻ കുറച്ച് 500 റുപ്യൻ്റെ ഇട്ടി എടുത്തിന്. നല്ല കുറച്ചതിന് കിട്ടിയ നല്ല ഇട്ടി, വലിയ ഇട്ടി. ഇതിന് ഇതേമാതിരി നമ്മൾ കച്ചറെല്ലാം കളഞ്ഞിട്ട് സാപ്പാക്കിയിട്ട് എടുക്കാം. അതിൻ്റെ മുകളിലത്തെ നല്ല കറുത്ത കച്ചറ ഉണ്ട് ഉള്ളിൽ, അതിനെ എടുക്കണം. അതിനെ വെക്കാൻ പാടില്ല. അത് വെച്ച് നമുക്ക് ബയറിളക്കം പിടിക്കുന്നു. ഇതേമാതിരി എല്ലാം ഞാൻ സാപ്പാക്കിയിട്ട് എടുത്തത്. ഇതേമാതിരി കച്ചറിന് എടുക്കണം. അതിലേക്ക് ഞങ്ങൾക്ക് പകുതി ഇട്ടി എടുത്തിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണില്ലേ ഇതെടുത്തിന്. എന്തെന്ന് പറഞ്ഞാൽ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ 1 സ്പൂൺ എടുത്തിന്. കുറച്ച് വിനീഗർ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. ഇതേമാതിരി നോക്കല്ല. വിനീഗർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഡിമ്പ് പിഞ്ഞിട്ടിടണം. പിന്നെ 2 സ്പൂണില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ തക്കാളിയില്ല കൂടുതലിടണം, ദയറിടാനില്ല. ഇത് മീനല്ലേ, അങ്ങനെ ദയറിടാനില്ല. 4 തക്കാളി ഇടണം വലിയത്. പിന്നെ 1 സ്പൂണില്ലേ ഗരം മസാല ഇടണം. 1 സ്പൂണ് കുരുമുളക് പൊടി. പിന്നെ 1 സ്പൂണ് ജീരകം ഇടണം, വലിയ സ്പൂണിൽ 1 സ്പൂണ്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടണം. ഇത്ര ഞാൻ അരച്ചിട്ട് ഒരു സൈഡിൽ വെച്ച്. പിന്നെ ഈ മസാല തേച്ചിട്ടില്ല ഞെട്ടി അതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നല്ല സുക്ക ഫ്രൈ ആക്കാൻ പാടില്ല. പിന്നെ ഇല്ലേ ഞാൻ 4-5 ഉള്ളി എടുത്തിട്ടില്ലേ പിരിസ്താക്കിയിട്ട് വെച്ചിന്, ബട്ടട്ട മുറിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് വെച്ചിന്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കടിപ്പത്തിടണം. പിന്നെ ഇതേമാതിരി നോക്കാം. പിന്നെ ഞാൻ ഒരു സൈഡിലില്ലേ 3 ഗ്ലാസ് അരി എടുത്തിനാ, അരിനെ വെച്ചിന് നോക്ക് തിളക്കാൻ. ഞമ്മ പുരയിലുണ്ടാക്കുന്ന അരി തന്നെ, ഞാൻ ഇവിടെ പച്ചരി ഉണ്ടാക്കുന്നില്ലേ അതേ പച്ചരിയിൽ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണം. നോക്ക് ഈ മാതിരി ആകുമ്പില്ലേ ഇതിനെ ഒരു സൈഡിൽ മാറ്റിയിട്ട് വെക്കണം. എന്നാൽ കഴിക്കാൻ പാടില്ല, അത് ടേസ്റ്റ് വരല്ലോ ഉണങ്ങിയ. പിന്നെ ഇതേമാതിരി കുറച്ചും നിറം ഇരിക്കണം. വരുന്നാടങ്ങനെ ഇങ്ങനെ സുക്ക ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ല, അങ്ങനെ ആക്കാൻ പാടില്ല. ഇതേമാതിരി ആകുമ്പോൾ എടുത്താൽ മതി, അടിക്കാതെ പിടിക്കാതെ നോക്കല്ല. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിന്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇടണം. നെയ്യിട്ടാൽ നല്ല ടേസ്റ്റ് വരും. പിന്നെ ഈ നെയ്യിട്ടേ പിന്നെ നോക്കി ഞാൻ മരിച്ചിട്ട് വെച്ചില്ലേ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതിനെ ഇതേമാതിരി മസാല ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ മണം മാറുന്നത് വരെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഞാൻ 3 സ്പൂണ് മുളക് പൊടി എടുത്തിന്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിന്. പിന്നെ മല്ലിപ്പൊടി എടുത്തിന് 1.5 സ്പൂണ്. പിന്നെ ഗരം മസാല 1 സ്പൂണ്. ഇതിങ്ങനെ മിക്സാക്കിയിട്ട് വെക്കണം അതിൻ്റെ മണം മാറിയ. പിന്നെ ഇതില്ലേ ഇട്ടീന ഇൽക്കണം അതിൻ്റെ മണം മാറിയ. പിന്നെ മസാല ഇട്ടിട്ട് നല്ല മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിനെ മിക്സാക്കിയിട്ട് എടുക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ബിരിയാണി ഇത്. നമുക്കിപ്പോൾ കോഴി ബിരിയാണി ഉണ്ടാക്കുന്ന മാതിരിയല്ല ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുത്താൽ ഇട്ടില്ലേ ഉണക്കിരി ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ മസാലയിൽ ടേസ്റ്റ് വരല്ലേ. ഇട്ടി കുറച്ചില്ലേ ഗില്ല വേണം, എപ്പിടി നിറം. പിന്നെ ഇതേമാതിരി ഇല്ലേ മസാല ഉണ്ടാക്കി. പിന്നെ ഞാൻ പകുതി ഉള്ളി ഇല്ലേ ഇതിലേക്ക് തന്നെ ഇടുന്നു. കുറച്ച് മുകളിലേക്ക് ചോറ്റിൻ്റെ മുകളിലേക്ക് ഇടാൻ പറ്റാൽ മതി. പിന്നെ നമ്മൾ മുകളിലേക്ക് പൈലടിക്ക് ചോറിട്ട് പിന്നെ മസാല പിന്നെ ചോറിട്ടാലും മോശമില്ല. ഇതേമാതിരി മസാലൻ്റെ മുകളിലേക്ക് തന്നെ ചോറ്റിനെല്ലാം പിരിച്ചാലും മോശമില്ല. പിന്നെ കൊത്തമീർ ഇടണം, ഒരു ലിമ്പ് പിയണം. പിന്നെ എനിക്ക് ഇത് കാണിക്കാൻ മറന്നിന്, ഇത് ബൊമ്പായി ബിരിയാണി മസാല കിട്ടുന്നത്, അത് 1 സ്പൂൺ ഇടണം. നല്ല ടേസ്റ്റ് അത് ഇട്ടാൽ. പിന്നെ മുകളിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ട് കൊടുക്കണം 2 സ്പൂൺ ഇതേമാതിരി. പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഞാൻ ചോറ് ഒരു സൈഡിൽ വേവിച്ചിട്ട് വെച്ചിന്. ഇത് ചോറിനെ മുകളിലേക്ക് തന്നെ വെച്ചിട്ടിടണം ഇതേ ചട്ടിക്ക് നോക്കി ഇതേമാതിരി. പിന്നെ അതിൻ്റെ മുകളിലേക്കില്ലേ പിരിസ്തിടണം ഇതേമാതിരി. പിരിസ്തിട്ട് പിന്നെ കൊത്തമീർ ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ 2 സ്പൂണില്ലേ 2-2.5 സ്പൂണ് നെയ്യ് മുകളിലേക്ക് ഇടണം, അസ്ലി നെയ്യ്. ഇതേമാതിരി നോക്കും. ഇത് അമൂൽ നെയ്യ് എടുത്തിന് ഞാൻ. ഇതേമാതിരി മുകളിലേക്ക് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബട്ടട്ട ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് പറഞ്ഞിട്ടില്ലേ, ബട്ടട്ട ഇടണം, ആലു. ഇങ്ങനെ ഇതേമാതിരി വെച്ചാൽ മാത്രമില്ല. പിന്നെ ഇത് കുറച്ച് ഞാൻ ഇതിൽ കളർ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കളർ ഇട്ടാൽ നല്ല കാണാൻ നല്ല മുഞ്ചിരിക്കുന്നല്ല ടേസ്റ്റ്, കാണാൻ തന്നെ നല്ല അരി ചോറ് ഇരിക്കുന്ന. അങ്ങനെ ഓറഞ്ച് കളറും ഗ്രീൻ കളറും ഇട്ട് ഞാൻ. പിന്നെ 10 മിനിറ്റ് ദമ്മിലിട്ടിട്ട് കൊടുക്കണം. റെഡിയായി ബിരിയാണി. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ഇത് ബിരിയാണി മസാല നോക്കി. ഈ ബിരിയാണി മസാല ഒരു സ്പൂൺ 10 മിനിറ്റിൽ ഞാൻ ദമ്മിൽ ഏൽക്കണം മസാലക്ക്. പുതിയതായിട്ട് ആരും കാണുന്നു ലൈക്ക് ഷെയർ ആക്കാൻ മറക്കാം. നല്ല ടേസ്റ്റ്. ഇത് ഞാൻ പുരയിലുണ്ടാക്കുന്ന തന്നെ അരി. ഇത് നല്ല ടേസ്റ്റ്. ഈ അരിയും ബിരിയാണീൻ്റെ അരി വാങ്ങണം അങ്ങനെ എന്തും ഇല്ല.
പിന്നെ ഞമ്മല്ലേ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വേവിച്ചിട്ട് വെക്കണം. അല്ല നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുമ്പോഴെല്ലാം തണ്ണിയിൽ ചോറ് വെന്തേ പിന്നെ ഇങ്ങനെ അരിച്ചിട്ട് അങ്ങനെ മതി. നല്ല ബിരിയാണി, അടിപൊളി ബിരിയാണി. നിങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും. പുതിയ താരം കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.